എടാ പോലീസുകാരാ, സ്ഥലം സർക്കിളായിട്ട് ചാർജ് എടുത്തിരിക്കുകയല്ലേ. നിന്നെ ഒന്ന് സൽക്കരിച്ചില്ലെങ്കിൽ നിനക്ക് സ്പെഷ്യൽ, സംതിങ് സ്പെഷ്യൽ. റെമി മാർട്ടിൻ. സുജാതേ സോഡാ. എടാ മോഹനകുമാരാ, റമി മാർട്ടിനൊന്നും കാണിച്ച് എന്നെ വരട്ടല്ലേ. എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നിനക്ക് അറിയാമല്ലോ. എനിക്കറിയാവേ. എക്സ്ക്യൂസ് മീ. ആമി, എവിടെ പോയിരുന്നു? ചേട്ടാ, നമ്മുടെ ആനന്ദിന്റെ വീട് വരെ പോയിരുന്നു. ചേട്ടാ, ആനന്ദിന്റെ അമ്മ വലിയ നർത്തകിയാ കേട്ടോ. നോ, പാടില്ല. ദിസ് ഇസ് ടു മച്ച്. അതിനെന്താ ചേട്ടാ, ആനന്ദ്. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പലപ്പോഴും ശരിയാകാറില്ല. നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ അതിന് തെറ്റായി കാണും. വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാവും. നീ കൊച്ചുകുട്ടിയല്ല. നാളെ വിവാഹം കഴിച്ച് എവിടെയെങ്കിലും പോകേണ്ടതാണ്. ചേട്ടാ, ബസ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ആമി, ചേച്ചി, ചേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് വിചാരിക്കും മോളെ? അതുകൊണ്ടല്ലേ. നീ ചെല്ല്, ഞാൻ പറയാം. നീ വേഗം കുളിച്ച് ഗാർഡനിലേക്ക് വാ. അച്ചു, വട്ടോളി തോമച്ച അല്ല, കപ്പച്ച വന്നിട്ടുണ്ട്. എവിടെ? കാറിലിരിക്കുക. തോമാച്ച. അച്ചോ, സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഞാൻ എന്നാ ചെയ്യാൻ അച്ചു? കരിമ്പുകാലം തുടങ്ങിയതാ. എടാ കഴിവരുടെ മോനെ, നീ തന്നയുടെ ഗുണോദയം പറയാമെന്നോ? എന്നാത്തിന് അച്ചോ വിളിപ്പിച്ചേ? മകന്റെ വിശേഷങ്ങൾ അറിയിക്കാന്ന് കരുതിയാ. അച്ചോ, അത് മാത്രം അറിയണ്ട. ഡൊണേഷൻ വല്ലതും വീട്ടിൽ പുറത്ത് വിട്ടേ ഇങ്ങോട്ട് വിട്ടത്. പിന്നെ ഇങ്ങേറെ തെറി കേൾക്കണ്ടല്ലോ എന്ന് കരുതി അമ്മ എന്നെ ഇങ്ങോട്ട് വിട്ടത്. അച്ചോ, അവന്റെ അമ്മയുടെ ഗുണോദയം അച്ഛന് കേക്കട്ടെ. ഞാൻ പറയട്ടടാ. എന്നതാ? ഞാൻ പറയുവേ. എന്നതാന്ന്? റബ്ബർ വെട്ടുകാരൻ കാരൻ, റബ്ബർ വെട്ടുകാരൻ കാരൻ. മറ്റേ വർത്തമാനം പറഞ്ഞു കേട്ടോ. സത്യമാണോടാ? എന്നാ സത്യോ? അച്ഛാ, എന്നാ സത്യം ഞാൻ പറയട്ടോ. എടാ മൈ പുള്ളിരെ, എന്നാ എന്റെ മേമയെ കുറിച്ച് പോകൃതം പറയുന്നത്. തോമാച്ച, ഈ തറ അബ്കാരി വർത്താനുണ്ടല്ലോ, വളരെ മോശമാ. അച്ഛൻ കണ്ടല്ലോ അവൻ കൈ കൊണ്ടിയത്. അവന്റെ തന്തയ്ക്ക് നേരെ അവൻ കൈ കൊണ്ടിയത്. നിർത്ത്, കാറ കറിക്ക്. അച്ചോ, എന്റെ പൊന്നച്ചോ, അച്ഛൻ പറഞ്ഞാൽ വട്ടവെളുത്തോ അച്ഛൻ കാറയിലല്ല കഴുതപ്പുറത്തും കയറും. എന്റെ പാപങ്ങളെല്ലാം പുറത്തുനിന്ന് പറയച്ചോ. പറയാം. ഡൊണേഷൻ. നിർത്ത്, കാറ കറിക്ക്. ഡ്രൈവർ. വട്ടൊളിത്തോ മാച്ചൻ വാഴ നട്ടു, വാഴക്കൊരു കുടം കളഴിച്ചു. വട്ടൊളിത്തോ മാച്ചൻ വാഴ നട്ടു.
അഭിരാമി, ഇതിനകത്ത് ഭദ്രമായിട്ടിരുന്നോളൂ. ഞാൻ എവിടേക്കും വിടില്ല. എടാ അമ്മണിക്കുട്ട, നിനക്ക് എന്നാ പറ്റിയടാ മാനെ? ആടി, നീ ഒരു പേര് മറ്റേ ലൈൻ എടുക്കരുത് കേട്ടോ. ഹായ് ആനന്ദ്, വാവാ. താൻ എവിടെയായിരുന്നടോ? തന്നെ ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഞാൻ കുറെ നാളായി വിചാരിക്കാണ് തന്റെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യണമെന്ന്. ഇവിടെ ചേട്ടനും ഇല്ല, ചേച്ചിയില്ല. ആ വാതിലടച്ചേക്ക്. എടോ മനുഷ്യ, ആ വാതിലടയ്ക്കാൻ. എനിക്ക് ഒരു ഡിസ്റ്റർബൻസും പാടില്ല. ഐ വാണ്ട് അബ്സല്യൂട്ട് സൈലൻസ്. ഓക്കെ? വാ വാ വാ. അപ്പൊ റെഡിയാ? One, 2, 3, 4. അഭിരാമി, അഭി, Get out! Get out! Get out! Get out! എന്ത് വേണം? കാണാൻ വന്നതാ. കണ്ടതൊക്കെ മതി. താൻ ഇത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. തന്നെ ഒരു അനുജനെ പോലെയാണ് ഞാൻ കരുതിയത്. ഇപ്പൊ മനസ്സിലായി അതൊക്കെ തെറ്റായി പോയെന്ന്. മേലാൽ എന്നെ കാണാൻ വരരുത്. അഭിരാമി, കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. What do you mean? ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. മനസ്സിൽ എപ്പോഴും അഭിരാമിയാണ്. താൻ എന്താടാ ഈ പറയണത്? മൂക്കിന് താഴെ പൂച്ചപ്പോടം വെച്ച് പറയണത് കേട്ടില്ലേ? അഭിരാമി എന്തിനെന്നെ കാണാൻ വന്നു? എന്റെ സങ്കടങ്ങളിൽ എന്തിനെന്നെ ആശ്വസിപ്പിച്ചു? എന്തിനെനിക്ക് ആ ചിലങ്ക തന്നു?
ആമി എവിടെ? അവൾക്ക് ഊണ് വേണ്ടെന്ന്. എന്തു പറ്റി? അവൾക്ക് എന്തോ നല്ല സുഖമില്ലെന്ന്. ചേച്ചി ചേച്ചി, ആ ആനന്ദ് വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കൂ. എന്താ? അയ്യോ എന്റെ ചേച്ചി, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കൂ പ്ലീസ്. അഭിരാമിയെ ഇവിടെ ഇല്ലല്ലോ. ഞാൻ കണ്ടല്ലോ. ആ ആനന്ദ് വന്നിരുന്നു കേട്ടോ. നമ്മുടെ ആമിയും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്? അവൾ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ആമി എന്തോ ആകെ ഡിസ്റ്റർബ്ഡാ. അവന്റെ മുഖവും വല്ലാണ്ടിരുന്നു. ഞാൻ അവൾ ഇല്ലെന്ന് കള്ളവും പറഞ്ഞു. ആ കുട്ടി ആകെ വിഷമിച്ചാ പോയെ. ഒന്ന് സൂക്ഷിച്ചാ കൊള്ളായിരുന്നു. One, 2, 3, 4. അഭിരാമി, Get out! Get out! Get out! Get out! No! 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 എനിക്ക് കേൾക്കണ്ട. എനിക്ക് കേൾക്കണ്ട. എനിക്ക് കേൾക്കണ്ട.